ഹായ് ഫ്രണ്ട്സ്, ഈ പേപ്പറും ഒരു പച്ച പേപ്പറും ഈ പാത്രവും പേനയും കത്രികയും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫ്ലവർ തയ്യാറാക്കിയാലോ? നമുക്ക് കാണാൻ പോകില്ലേ? ബായ്. ഈ മടക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ മടക്കി കണ്ട് അതേ ഈ വീഡിയോയിൽ കണ്ടോലെ വരച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കി ഈ വീഡിയോ കണ്ടോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട കണ്ടെത്താൻ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്യുന്നതാണെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലായിക്കൊണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഓരോന്നിപ്പം ഇനി ഇതിൽ വന്ന് വിടർത്തിയെടുക്കണം. ഓരോന്ന് ഒട്ടിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഇനി ഇത് ഓരോന്ന് ഓരോ രീതി വളച്ചെടുക്കാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി ഞാനത് റിപ്പീറ്റ് ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് ഈ വീഡിയോയിൽ കണ്ടാൽ ഇതേപോലെ മാത്രം മതി. അതുപോലെ നിങ്ങൾ ചെയ്ത് ഇങ്ങനെ വെച്ചെടുക്കണം. നേരെ പൂന്നല്ല പങ്കിട്ടാറ് ഈ വീഡിയോ ഇതേപോലെ വളരെ ക്യാമറ ഉണ്ടെങ്കിൽ ആ വലിച്ചെടുക്കാൻ ശേഷം മാത്രം ഇങ്ങനെ വെച്ചെടുക്കേണ്ട ഏറ്റവും നല്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഇതെല്ലാം ഒരു കുളവലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തൊക്കെ സുഖമായിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ ഓരോ വെക്കേണ്ട രീതിയൊക്കെ ഇതിൽ കാണിച്ചു. നിങ്ങൾക്ക് മര്യാദക്ക് കാണില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോണ്ട് ഞാൻ അങ്ങനെ രീതിക്ക് വീഡിയോ എടുത്തോണ്ട്. ഇതിപ്പോൾ പേപ്പർ തിന്നുകൊണ്ട് ഞാൻ വീണ്ടും അതേപോലെ വരച്ച് കണ്ട് റെഡി ആക്കണം. എൻ്റെ ഈ ഇവിടെ ചെയ്ത വർക്ക് രസമുണ്ടോ നിങ്ങൾ കണ്ടിട്ട് പറയട്ടെ. ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഞാൻ വീണ്ടും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആര് കമൻറ്റ് ചെയ്യലൊക്കെ അറിയാം, നാട്ടുകാർ കമൻറ്റ് ചെയ്തോണ്ട്.
ഇതിനി പഴയ പോലെ തന്നെ ഒട്ടിച്ചേക്കലാണ്. ഇനി ആ ഒട്ടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇനി വീഡിയോ കാണിച്ചു തരാം. ഇനി ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ തണ്ട് ഉണ്ടാക്കുകയാണ്. ഈ തണ്ട് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടാ. ഈ തണ്ട് ഉണ്ടാക്കിയത് ശരിക്കും അറിയില്ല. പിന്നെ ഇതിൻ്റെ ശേഷം ഞാൻ മറ്റേ തണ്ടിൻ്റെ മുകളിലുള്ള പൂവിനെ പിടിച്ചിട്ടുണ്ട്. ആ സാധനം ഉണ്ടാക്കാൻ ഇതേപോലെ മടക്കിക്കാണ്ട് വെട്ടിയാലൊക്കെ മതി. എന്നാൽ കുറച്ച് ഭംഗി കിട്ടും. നിങ്ങൾക്ക് ഈ പൂ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറഞ്ഞോണ്ട്. ഈ വീഡിയോ കുറച്ച് ഓവറായിക്കൊണ്ട് ചമച്ചുകൊണ്ട് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ചുരുക്കിയിട്ട് കൊടുക്കാം. ഞാൻ വെട്ടിയെടുത്ത സാധനം വീണ്ടും വെട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കി വീണ്ടും വെട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇനി വെട്ടിയാലൊക്കെ മറ്റേ സുഖമായിട്ട് തീരും. പിന്നെ അതിൻ്റെ ശേഷം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവില്ലേ അവിടെയും ഇവിടെയായിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാനൊരു ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഒട്ടിച്ചെടുത്താൽ മതി. ഈ ഭാഗമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം കട്ട് ചെയ്ത് കണ്ടായി ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തിനും ഒട്ടിച്ച് വെക്കുന്നുണ്ട് എന്ന്. നിങ്ങൾക്ക് ഇതിൽ മര്യാദക്കൊക്കെ നിങ്ങൾക്ക് ട്രിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇതിനെ കുറിച്ച് എല്ലാതൊന്നും അറിയില്ല. ഞാൻ വലിയ ക്രാഫ്റ്ററൊന്നുമല്ല. ആ പൊട്ടിച്ച് തീർന്നിരിക്കുന്ന നിങ്ങൾക്ക് ലാസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്താൽ മതി.